friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വി ആർ പ്രൊവൈഡിങ് വിത്ത് 13 പ്ലേലിസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ഹോം പേജിൽ പോവുക, 2 പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്ന ഹെഡ് കിട്ടും. ആ ഹെഡിൽ നിങ്ങൾക്ക് 13 പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഒരു പ്ലേലിസ്റ്റ് പേപ്പർ 2 കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കി യു ആർ ഹാവിങ് 12 പ്ലേലിസ്റ്റ്. അത് ടോട്ടലി ഫോർ പേപ്പർ 1 വേണ്ടിയിട്ടാണ്. സോ നിങ്ങളൊരു സീരിയസ് കാൻഡിഡേറ്റ് ആണ്, സിൻസിയർ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇപ്രാവശ്യം തന്നെ നിങ്ങൾക്ക് കേരള സെറ്റ് വേണമെന്ന് ഉറച്ച വിശ്വാസമുള്ള എല്ലാ സ്റ്റുഡൻസും ഈ പ്ലേലിസ്റ്റ് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് നല്ല ഒരു പെർസെൻറ്റേജ് മാർക്ക് ഈ ഒരു വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന് നമ്മൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്ര സ്ട്രെസ് ചെയ്ത് ഡെയിലി ബേസിസിൽ ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ 1-2 പ്രാവശ്യം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അതിനത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നില്ല. പക്ഷേ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഇസ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള റീസൺ. ഓക്കെ, ഇനി നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിൽ അടങ്ങിയിരിക്കുന്നത് ഡെയിലി ടോപ്പ് മിനി സീരീസിലെ 95% പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കവർ ചെയ്യാത്ത പോർഷൻസോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലായിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൽ, പിന്നെ റിസർച്ച് സീരീസ്, ഹയർ എഡ്യൂക്കേഷൻ സീരീസ്, അങ്ങനെ പലതരം സീരീസ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ യുവർ ഈസി ആക്സസ്. നിങ്ങൾക്കെല്ലാം കൂടെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, ഒരു ഓർഡറിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ സീരീസ് വൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റുഡൻസിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് നമ്മൾ ഈ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് കുറേയധികം സ്റ്റുഡൻസ് അതിനെനിക്ക് നല്ല റെസ്പോൺസ് തരുന്നുണ്ട്. കാരണം പ്ലേലിസ്റ്റ് വൈസ് അവർക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. റൈറ്റ്? സോ മൂവിങ് ടു ആ സെഷൻ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2016 ജാനുവരി സീരീസിലെ പാർട്ട് 11 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Today also we are going to discuss 6 questions. And before moving to that session, I want to tell you something good. കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് 2 ക്വസ്റ്റ്യൻ്റെ ആൻസറിന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് അവർ സ്റ്റുഡൻ്റാണ് നമ്മൾക്കത് നോട്ട് ചെയ്ത് തന്നത്. താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് കറക്റ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൽ ടീച്ചിങ് ദ കോൺസെപ്റ്റ് മെറ്റൽ എന്നൊരു കോൺസെപ്റ്റ് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ കുറേ അധികം എക്സാമ്പിൾസും അതുപോലെ തന്നെ കുറച്ച് ഡെഫിനിഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് റൈറ്റ് നൗ. സോ അതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അനലിറ്റിക്കൽ അപ്രോച്ച്, ഇൻറ്റ്യൂട്ടീവ് അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. ഞാൻ ഇന്നലെ അത് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നാണ് പറഞ്ഞത്, പക്ഷേ അതിൻ്റെ ആൻസർ ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. അതായത് ഒരു പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്കാണ് പോയത്. ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ആൻഡ് ഐ അഡ്മിറ്റ് ദാറ്റ് സ്റ്റുഡൻറ്റ് ഹു കറക്റ്റ് മീ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് ഹാറ്റ്സ് ഓഫ്. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. കാരണം ഇവിടെ മെറ്റൽ എന്നൊരു ടേം ഒരു ടീച്ചർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ആ ഒരു മെറ്റലിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസിലൂടെയും അതുപോലെ തന്നെ കോൺസെപ്റ്റ്സിലൂടെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ഒരു പെർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകുന്ന ആ ഒരു അപ്രോച്ച് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് ഓർക്കുമ്പോൾ തന്നെ DGP എന്ന് ഓർത്താൽ മതി, ജനറൽ ടു പെർട്ടിക്കുലർ. അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ പെർട്ടിക്കുലർ ടു ജനറൽ എന്ന് ഓർത്താൽ മതി എന്നുള്ളത്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വാസ് മിസ്റ്റേക്കൺ. ആ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. Behavior which reduces the likelihood of its occurrence due to the removal of stimulus. Options were positive reinforcement, negative punishment and positive punishment. So here the answer will be option C, that is negative punishment എന്നുള്ളതാണ് നമ്മളുടെ പെർട്ടിക്കുലർ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണ്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെഷൻ ഓഫ് ടുഡേയ്സ്. തന്നെ 6 ക്വസ്റ്റ്യൻസ് ആണ്. അത് 2016 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ജാനുവരി സീരീസിൽ നിന്നാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ലോങ് ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സ്ട്രെച്ച് ഇൻ ലേണിംഗ് കർവ് വിച്ച് റെപ്രസെൻറ്റ് എ സ്റ്റേഷനറി സ്റ്റേജ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ learning disability, option B
ലേണിംഗ് സ്റ്റൈൽ ആൻഡ് ഓപ്ഷൻ സി ലേണിംഗ് പ്ലേറ്റോ ആൻഡ് ഓപ്ഷൻ ഡി ലേണിംഗ് ഡിസോർഡർ. സോ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റും. ലേണിംഗ് പ്ലേറ്റോ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ബാക്കിയുള്ള ടേംസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലേണിംഗ് പ്ലേറ്റോ ആണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലേ? യെസ്, ദാറ്റ് ഇസ്. സോ ലേണിംഗ് പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഇൻ ലേണിംഗ് ആസ് ഇറ്റ് ഈസ് ലോങ് ഫ്ലാറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ സ്ട്രെച്ച് ഇൻ ദ ലേണിംഗ് കർവ് വിച്ച് റെപ്രസെൻറ്റ് എ സ്റ്റേഷനറി സ്റ്റേജ്. ഒരു സ്റ്റേഷനറി സ്റ്റേജ് എന്ന ആ ഒരു സ്റ്റേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ലേണിംഗ് പ്ലേറ്റ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു ലേണിങ്ങിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ലേണിംഗ് പ്ലേറ്റ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ടേംസിനെ പറ്റി ഒന്ന് വേഗം പറഞ്ഞു പോകാം. ഓക്കെ, ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്നത് ദീസ് ആർ ദ ഡിസോർഡേഴ്സ് ദാറ്റ് എഫക്റ്റ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഓർ യൂസ് സ്പോക്കൺ ഓർ റിട്ടൺ ലാംഗ്വേജ്, ഡു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, കോർഡിനേറ്റ് ദ മൂവ്മെൻറ്റ്സ് ആൻഡ് ഡയറക്റ്റ് അറ്റൻഷൻ. സോ ലേണിംഗ് ഡിസേബിലിറ്റീസ് നമ്മളുടെ ലേണിങ്ങിൽ നമുക്കുണ്ടാകുന്ന കുറച്ച് ഡിസോർഡേഴ്സ്, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട്, നമുക്ക് പറയുന്ന വാക്കുകളുടെ യൂസിങ്ങിന് ഡിഫറൻസ്, അല്ലെങ്കിൽ എഴുതുന്ന ലാംഗ്വേജസ് ഡിഫറെൻറ്റ്, അങ്ങനെയുള്ള പ്രോബ്ലംസാണ് ലേണിംഗ് ഡിസേബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനാണ് ലേണിംഗ് സ്റ്റൈല്. ലേണിംഗ് സ്റ്റൈല് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ പേർക്ക് വിഷ്വലായിട്ട് കണ്ടുപിടിക്കുന്നതിനായിരിക്കും താല്പര്യം, കുറച്ച് പേർക്ക് ഓഡിയോ വിഷ്വലും കൂടെ പഠിക്കുന്നതായിരിക്കും താല്പര്യം. അങ്ങനെ പലതരം ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്, റൈറ്റ്? ചിലവർക്ക് ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് പഠിക്കാനായിരിക്കും താല്പര്യം, അങ്ങനെ പഠിച്ചാലേ പഠിക്കുകയുള്ളൂ. ചിലവർക്ക് കണ്ടുപഠിക്കണം, ചിലവർക്ക് എഴുതി പഠിക്കണം, നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയിലെ കുട്ടികളില്ലേ, അങ്ങനെയുള്ള കുട്ടികളുമാകാം. സോ നമ്മളുടെ മുന്നിലിരിക്കുന്ന, ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസ് തന്നെ 150 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 200 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ 200 സ്റ്റുഡൻസിൻ്റെയും താല്പര്യങ്ങളും ഇൻട്രസ്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അവർ ചിലപ്പോൾ പാട്ട് വെച്ചിട്ട് പഠിക്കുന്നവരായിരിക്കും, മൾട്ടി ടാസ്കിങ് വെച്ചിട്ട് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപഠിക്കാനായിരിക്കും താല്പര്യം, വായിച്ചു പഠിക്കാനായിരിക്കും താല്പര്യം. അങ്ങനെ പലതരം സ്റ്റൈലുണ്ട്. അതിനെയെല്ലാമാണ് ലേണിംഗ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് പിന്നെ പറഞ്ഞത് ലേണിംഗ് ഡിസോർഡർ ആണ്. ലേണിംഗ് ഡിസോർഡർ മീൻസ് ദാറ്റ് ചൈൽഡ് ഹാസ് ഡിഫിക്കൽട്ടി ഇൻ 1 or more ഏരിയാസ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൽ തന്നെ 1 or more ഏരിയാസിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലത്തിനെയാണ് ലേണിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഈവൻ വെൻ ഓവറോൾ ഇൻ്റലിജൻസ് ഓർ മോട്ടിവേഷൻ ഇസ് നോട്ട് എഫക്റ്റഡ്. സോ ഇവിടെ പറയുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഇൻ്റലിജൻസിനെയും മോട്ടിവേഷനെയും അത് എഫക്റ്റ് ചെയ്യില്ല, ഈവൻ ദോ അവിടെ ഇവിടെ ആയിട്ട് ഓരോ ഡിഫിക്കൽട്ടീസ് അറൈവ് ചെയ്യുന്നു. സോ അതാണ് ലേണിംഗ് ഡിസോർഡർ. സോ ഐ ഹോപ്പ് ഈ 4 ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലേണിംഗ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലോങ് ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സ്ട്രെച്ചാണ്. നമ്മളുടെ ലേണിംഗ് കർവിൽ തന്നെ ഒരു സ്റ്റേഷനറി സ്റ്റേജ് എന്നും ലേണിംഗ് പ്ലാറ്റുവിനെ പറയും. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ് നമ്മൾ പറഞ്ഞു, ഓരോ ഡിസബിലിറ്റീസ്. അതുപോലെ ലേണിംഗ് സ്റ്റൈൽ പറഞ്ഞു, ഓഡിയോ ഉണ്ട്, വിഷ്വൽ ഉണ്ട്, റിട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് പോലെ എല്ലാ തരത്തിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. സോ അതാണ് ലേണിംഗ് സ്റ്റൈൽ. പിന്നെ ലേണിംഗ് ഡിസോർഡർ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞു ഒരു ഡിഫിക്കൽട്ടിയാണ്. So I hope this particular question is all clear to you. Moving to the next one. So moving to the second question, unique organization within an individual whose psychophysical system which determine his adjustment with the environment. ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു കുഞ്ഞി സെൻറ്റൻസില്ലേ, അതായത് ഹിസ് ഡിറ്റർമൈൻസ് ഹിസ് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ദ എൻവയൺമെൻറ്റ്, ആ ഒരു പെർട്ടിക്കുലർ ഫ്രേസ് കിട്ടിയാൽ മതി നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാനായിട്ട്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടേമിനെ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? യെസ്, ദാറ്റ് ഇസ് ഓഫ് കോഴ്സ് ദ ആൻസർ വിൽ ബി പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതിന് നിങ്ങൾക്ക് ഈ സെക്കൻഡ് ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഹാഫിൻ്റെ ലാസ്റ്റത്തെ പോർഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പേഴ്സണാലിറ്റിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് ദ എൻവയൺമെൻറ്റ് വരുന്നത്. ഇപ്പോൾ ലേണിംഗ് ആണെങ്കിൽ അവിടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടേം നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
പക്ഷേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ മെച്ചുറേഷൻ ആണെങ്കിലും നമുക്കറിയാം, നമ്മളുടെ ഓരോ സ്റ്റേജ്, നമ്മളിപ്പോൾ 18 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ബോഡിയിൽ വരുന്ന ചേഞ്ചസിനെയാണ് കൂടുതൽ മെച്ചുറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൻ്റെ കുറച്ച് ഡിഫറൻസ്. ഓക്കെ. പിന്നെ ഡെവലപ്മെൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് ടാസ്ക് ഇസ് ദ ടാസ്ക് ദാറ്റ് അറൈസ് അറ്റ് ഓർ അബൌട്ട് എ സർട്ടൻ പീരീഡ് ഇൻ ലൈഫ്. നമ്മളുടെ ലൈഫിൽ നമുക്ക് ഓരോ സർട്ടൻ പീരീഡിലും ഉണ്ടാവുന്ന ഒരു ടാസ്കിനെയാണ് ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മളുടെ ലൈഫിൽ ഓരോ ഫേസിലും നമുക്ക് ഓരോരോ ടാസ്ക് ഉണ്ടാവും. ഇപ്പോൾ 10th പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടാസ്ക് എന്താ? 10th പാസ്സാവുക, നല്ല മാർക്കോടുകൂടി 10th പാസ്സാവുക. +2 പഠിക്കുമ്പോൾ നമുക്കുള്ള ടാസ്ക് എന്താ? +2 പാസ്സാവുക, നല്ല മാർക്ക് മേടിക്കുക. പിന്നെ ഡിഗ്രി ആണെങ്കിലും അങ്ങനെ. പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ നിങ്ങളുടെ ടാസ്ക് എന്താ? കേരള സെറ്റ് എക്സാം 2021 നിങ്ങൾ എങ്ങനെയും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ടാസ്ക്. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ എക്സാമ്പിൾസ് കോട്ട് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു എന്നേ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഐ തിങ്ക് യു പീപ്പിൾ ഗെറ്റ് ദീസ് ടേംസ്. 4 ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു: പേഴ്സണാലിറ്റി, ലേണിംഗ്, മെച്ചുറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ടാസ്ക്. ആൻഡ് ഇവിടുത്തെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി തന്നെയാണ്, വിത്തൗട്ട് നോ ഡൗട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡിഗ്രി ടു വിച്ച് ദ ടെസ്റ്റ് അപ്പിയേഴ്സ് ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു മെഷർ. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എൻ്റെ സ്റ്റുഡൻസിന് പെർഫെക്റ്റായിട്ട് ഇതിനെ നമുക്ക് 2 ഓപ്ഷൻസ് ക്യാൻസൽ ഔട്ട് ചെയ്യാം. കാരണം എന്താണ്? നമ്മൾ ഈ ഒരു വാലിഡിറ്റിനെ പറ്റിയും റിലയബിലിറ്റിനെ പറ്റിയും പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണെങ്കിലും അല്ലാതെ ഞാൻ പെർട്ടിക്കുലർ ടേമായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങളോട് ഓർത്തിരിക്കാൻ പറഞ്ഞിട്ടുള്ള കോഡ് എങ്ങനെയാണ്? RCയും അതുപോലെ VM എന്ന് പറയുന്നത് വാലിഡിറ്റി മെഷർ എന്നും RC എന്ന് പറയുന്നത് റിലയബിലിറ്റി കൺസിസ്റ്റൻറ്റ്. അതായത് റിലയബിൾ ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻ്റ് ആണോ ഒരു ടെസ്റ്റ് എങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാം അത് റിലയബിൾ ടെസ്റ്റാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വാലിഡ് ടെസ്റ്റ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. റൈറ്റ്. സോ ഇവിടുത്തെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഡിഗ്രി ടു വിച്ച് ദ ടെസ്റ്റ് അപ്പിയർ ടു മെഷർ വാട്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു മെഷർ. അപ്പോൾ കാര്യം നമുക്ക് മനസ്സിലായി, വാലിഡിറ്റി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ക്യാൻസൽ ഔട്ട് ചെയ്യാലോ. ടെസ്റ്റ്, റീടെസ്റ്റ് റിലയബിലിറ്റി അല്ല, ക്രൈറ്റീരിയൻ റിലയബിലിറ്റി അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. സോ ഇനി വരുന്ന കൺഫ്യൂഷൻ കണ്ടൻറ്റ് വാലിഡിറ്റി ആണോ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ആണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ഇനി കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Constructive validity means that the test measures the skill and ability that should be measured. Constructive validity ആകുമ്പോൾ ആ ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത് എന്താ? നമ്മുടെ സ്കില്ലും എബിലിറ്റീസും അതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. പക്ഷേ കണ്ടൻറ്റ് വാലിഡിറ്റിയിൽ എന്താ പറയുന്നത്? ദ ടെസ്റ്റ് മെഷർ ദ അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്. എന്താണോ നമ്മൾക്ക് ആവശ്യം അത് നമ്മൾക്ക് മെഷർ ചെയ്യുന്നതാണ് കണ്ടൻറ്റ് വാലിഡിറ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ചെക്കൗട്ട് ചെയ്യാം. അത് ടെസ്റ്റ്, റീടെസ്റ്റ്, റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? കൺസിസ്റ്റൻസി. ഓക്കെ, റിലയബിൾ ടെസ്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ഓഫ് ദ ടെസ്റ്റാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, സോ test, retest reliability is a measure of reliability obtained by administrating the same test twice over a period of time to a group of individuals. അതായത് ഒരു ടെസ്റ്റ് തന്നെ 2 or 3 ടൈം നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് ടെസ്റ്റ്, റീടെസ്റ്റ്, റിലയബിലിറ്റി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഈസ് ഓൾ ക്ലിയർ ടു യു. മൂവിങ് ടു ദ നെക്സ്റ്റ് ടേം ദാറ്റ് ഇസ് ക്രൈറ്റീരിയൻ റിലയബിലിറ്റി. പക്ഷേ ഞാനിവിടെ ക്രൈറ്റീരിയൻ റിലയബിലിറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണ്. സോ ലെറ്റ് മീ ഗിവ് യു എ ബ്രീഫ് പിക്ചർ ഓഫ് ക്രൈറ്റീരിയൻ വാലിഡിറ്റി. ഓക്കെ, ക്രൈറ്റീരിയൻ വാലിഡിറ്റി refers to the test correlation with the concrete outcome. For example, company should administer a sales പേഴ്സണാലിറ്റി ടെസ്റ്റ് ടു ഇറ്റ്സ് സെയിൽസ് സ്റ്റാഫ്. അതായത് സെയിൽസ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. അത് ആരിലൂടെ? ടു ഇറ്റ്സ് സെയിൽസ് സ്റ്റാഫ് ടു സീ ഇഫ് ദർ ഈസ് ആൻ ഓവറോൾ കോറിലേഷൻ ബിറ്റ്വീൻ ദ സ്കോർ, ടെസ്റ്റ് സ്കോർ ആൻഡ് ദ മെഷർ ഓഫ് ദെയർ പ്രൊഡക്ടിവിറ്റി.
ടെസ്റ്റ് സ്കോറിൻ്റെ ഒപ്പം തന്നെ അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് ആ ഒരു കോറിലേഷൻ ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ക്രൈറ്റീരിയൻ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ ഹോപ്പ് these 4 topics are all crystal clear for you. Moving to the next question, which is very simple and very easy. So without much delay, let's move to our question. Assistance given to the pupil in their choice and adjustment in relation to the school, curriculum and course. ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ്, അതായത് 2 ഹാഫായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡ് പോർഷനിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ടപ്പേന്ന് ഒന്ന് കിട്ടും. ഓക്കെ, so the options were vocational guidance, personal guidance, educational guidance and group guidance. ഇവിടെ ഇവർ സ്പെഷ്യലായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ സ്കൂൾ കരിക്കുലം കോഴ്സ് എന്നുള്ളത് സ്പെഷ്യലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം ഇതിൻ്റെ പെർട്ടിക്കുലർ ആൻസർ വരുന്നത് എഡ്യൂക്കേഷണൽ ഗൈഡൻസ് എന്നുള്ളതാണ്. കാരണം ബാലൻസ് ഉള്ള ഗൈഡൻസ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് വൊക്കേഷണൽ ഗൈഡൻസ്, പേഴ്സണൽ ഗൈഡൻസ് ആൻഡ് ഗ്രൂപ്പ് ഗൈഡൻസ് എന്നുള്ളതാണ്. വൊക്കേഷണൽ ഗൈഡൻസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ അസിസ്റ്റൻസ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ഇൻ സോൾവിങ് പ്രോബ്ലം റിലേറ്റഡ് ടു ദ വൊക്കേഷണൽ പ്ലാനിങ്. സോ അവിടെ ഒരു വൊക്കേഷണൽ പ്ലാനിങ്ങും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പ്രോബ്ലത്തിൻ്റെ കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു വൊക്കേഷണൽ ഗൈഡൻസ് ആണ് ക്വസ്റ്റ്യനിൽ ആൻസറിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടേംസ് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ വൊക്കേഷണൽ പ്ലാനിങ്ങിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സോൾവിങ് പ്രോബ്ലത്തിൻ്റെ കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് വൊക്കേഷണൽ ഗൈഡൻസ് അല്ല എന്നുള്ളത്. നിങ്ങൾക്ക് വൊക്കേഷണൽ ഗൈഡൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദ ഗൈഡൻസ് ഗിവൺ ടു ദ ഇൻഡിവിജ്വൽ ഇൻ സോൾവിങ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു വൊക്കേഷണൽ പ്ലാനിങ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് പേഴ്സണൽ ഗൈഡൻസ് ആണ്. പേഴ്സണൽ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ അസിസ്റ്റൻസ് ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ ടു സോൾവ് ഹിസ് ഇമോഷണൽ, സോഷ്യൽ, എത്തിക്കൽ, മോറൽ ആസ് വെൽ ആസ് ഹെൽത്ത് പ്രോബ്ലംസ്. ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് വരുന്നു അതിനൊരു ഗൈഡൻസ് കൊടുക്കുന്നതാണ് പേഴ്സണൽ ഗൈഡൻസ്. അത് ആളുടെ ചിലപ്പോൾ ഒരു ഇമോഷണൽ സൈഡിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സൈഡ്, എത്തിക്കൽ സൈഡ്, മോറൽ സൈഡ്, അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ്. ഇതിനെല്ലാം ഒരു ഗൈഡൻസ് കൊടുക്കുന്നതാണ് പേഴ്സണൽ ഗൈഡൻസ്. പിന്നെ നമ്മൾ പറഞ്ഞത് എഡ്യൂക്കേഷണൽ ഗൈഡൻസ് ആണ്. ഈ ഒരു എഡ്യൂക്കേഷൻ ഗൈഡൻസിൻ്റെ കീ പോയിൻറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്ലസ് പോയിൻറ്റ്, ഒരു ഗോൾഡൻ പോയിൻറ്റ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്കായിട്ട് നിന്ന് പോവുകയാണെങ്കിൽ ഡോണ്ട് വെറി, നിങ്ങൾക്ക് ഒരു പോയിൻ്റ് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അറിയില്ല. ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻ്റെയും ഒന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഡോണ്ട് വെറി. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ 2 സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുക. സെക്കൻഡ് ഹാഫ് വെച്ചിട്ട് നമ്മളുടെ ഓപ്ഷൻസ് വെച്ച് എന്തെങ്കിലും ഒരു റിലേഷൻ, ഈ പറഞ്ഞ 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ച് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് അവിടെ കണക്ഷനൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെക്ഷനിൽ പോയി നോക്കൂ. ഫസ്റ്റ് സെക്ഷനിൽ ഇപ്പോൾ സെക്കൻഡ് സെക്ഷനിൽ കൊടുത്തിട്ടില്ല എങ്കിൽ ഫസ്റ്റ് സെക്ഷനിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. ആ ഫസ്റ്റ് സെക്ഷനും നമ്മളുടെ 4 ഓപ്ഷൻസും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കോ. അവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടാവും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം സെക്കൻഡ് ഹാഫാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം സെക്കൻഡ് ഹാഫ് നോക്കണം. സെക്കൻഡ് ഹാഫിൽ എന്താണ് ടേം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കീവേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, so this is a golden tip. If you like this tip and if you tried it working out, നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ give a thumbs up and let me know how many of my students like this tip. Okay, സോ അപ്പോൾ എഡ്യൂക്കേഷണൽ ഗൈഡൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗ്രൂപ്പ് ഗൈഡൻസ് എന്താ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കുറച്ചധികം കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് ഗ്രൂപ്പായി ഇപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കൂ. ആ 2 ഗ്രൂപ്പും 2 ടോപ്പിക്സാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അവരവരുടെ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ഗൈഡൻസ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഗ്രൂപ്പ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ലീഡർക്കും ഗൈഡ് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഒരു ഗ്രൂപ്പിന് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്രൂപ്പ് ഗൈഡൻസ് എന്ന് വിളിക്കുന്നത്.
ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓൾ ക്ലിയർ ടു യു. നിങ്ങൾക്ക് ഈ 4 ടേമിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Moving to the next question, which of the following education thinker is associated with progressivism? പ്രോഗ്രസീവിസത്തിനെ വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ തിങ്കർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ മോണ്ടസ്രോയ്, ഓപ്ഷൻ ബി റോസിയോ, ഓപ്ഷൻ സി ഡി എന്ന് പറയുമ്പോൾ ജോൺ ഡി ആട്ടോ, ആൻഡ് ഓപ്ഷൻ ഡി ഫ്രോബൻ. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ജോൺ ഡി. ഞാൻ കുറേ നാൾക്ക് മുന്നേ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു 30 മെയിൻ പ്രൊപ്പൗണ്ടേഴ്സിനെ പറ്റിയിട്ട്. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നുപരി എനിക്ക് പറയാൻ താല്പര്യം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ 2 വീഡിയോസ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് സ്റ്റുഡൻസിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വീഡിയോസ് ആണ് ആ 2 വീഡിയോസ്. ഓക്കെ, സോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഐ തിങ്ക് അത് ഗോൾഡൻ സീരീസിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഐ തിങ്ക്. സോ മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റായിട്ട് കാണണം. കാരണം നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ തന്നെ 30 പ്രൊപ്പൗണ്ടേഴ്സിനെ ഒറ്റയടിക്ക് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ടേക്ക് മൈ വേർഡ്, ഇറ്റ് ഈസ് എ വാല്യുബിൾ വീഡിയോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ തിങ്കർ അദ്ദേഹത്തിൻ്റെ കണക്ട് ചെയ്ത ഒരു കീവേഡ് എന്നുള്ളതല്ല, ഞാൻ 2 or 3 എന്നുള്ളത് ചിലതിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഗോ ആൻഡ് മസ്റ്റ് ചെക്ക് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ ഇവിടെ പറഞ്ഞിട്ടുള്ള 3 ടീമിൻ്റെയും ബാക്കിയുള്ള 3 ടീമിൻ്റെയും ആ കീ പോയിൻറ്റ്സ് ഒന്ന് വേഗം പറഞ്ഞു പോവാം അല്ലേ. മോണ്ടസ്രോയ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, കുട്ടികളെ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ളതാണ് മോണ്ടസ്രോയ്. സോ മരിയ മോണ്ടസ്രോയ് എന്നുള്ളതാണ് ഫുൾ നെയിം. മരിയ മോണ്ടസ്രോയ് എന്ന് പറയുമ്പോൾ തന്നെ ഡിസ്കവറി ഓഫ് ചൈൽഡ് കുഞ്ഞു കുട്ടി വെച്ച് കണക്ട് ചെയ്യുന്നതാണ് മോണ്ടസ്രോയ്. ഇപ്പോൾ മോണ്ടസ്രോയ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് അല്ലേ, സോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പിടിച്ചാൽ മതി. മോണ്ടസ്രോയ് എന്നുള്ളത് ചൈൽഡ് വെച്ചൊന്ന് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ റോസിയോ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ തിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ജീൻ ജാക്കസ് റോസിയോ എന്നാണ്. റോസിയോ എന്ന് പറയുമ്പോൾ കുറച്ചധികം സ്റ്റുഡൻസ് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, അതൊരു വുമൺ ആണ് എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് എ വുമൺ, ഇറ്റ്സ് എ മാൻ. ജീൻ ജാക്കസ് റോസിയോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം. ആൻഡ് അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്കിൽ പറയുന്നത് എമിലി ഓർ ഓൺ എഡ്യൂക്കേഷൻ ഇസ് എ ട്രീറ്റി ഓൺ ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് എമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ റോസിയോ എന്ന് ഓർക്കുമ്പോൾ തന്നെ എമിലി എന്ന് ഓർത്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ജോൺ ഡി, അദ്ദേഹത്തിൻ്റെയാണ് പ്രോഗ്രസീവിസം. പിന്നെ പറഞ്ഞു ഫ്രോബൽ എന്ന് പറയുന്നത് ഫെഡറിച്ച് ഫ്രോബലാണ്. അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടൊരു ഫോക്കസ് എന്ന് പറയുന്നത് കിൻഡർഗാർഡൻ ആണ്. ഫ്രോബൽ എന്ന് പറയുമ്പോൾ തന്നെ കിൻഡർഗാർഡൻ എന്ന് ഓർക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. കിൻഡർഗാർഡൻ, ഫ്രോബൽ എന്ന് പറയുമ്പോൾ തന്നെ കിൻഡർഗാർഡൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോയിൻ്റ് എഡ്യൂക്കേഷൻ ഓഫ് മാൻ എന്നുള്ളൊരു പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, so now let's move to the last question of this series. In classical conditioning, salivation in response to the sound of bell is known as. So classical condition propound ചെയ്തത് ആരാണ്? ഇവാൻ പാവ്ലോവ്, റൈറ്റ്? സോ ക്ലാസിക്കൽ കണ്ടീഷൻ ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു സംഭവം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇനി ഏതെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് കേട്ടിട്ടില്ല, അറിയില്ല, ഞങ്ങൾക്ക് അത് വളരെയധികം കൺഫ്യൂസിങ് ആണ്, ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് ഒന്ന് നോട്ട്ബുക്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമുക്ക് 3 സ്റ്റേജസ് ആയിട്ടാണ്. ബിഫോർ കണ്ടീഷനിങ് ഉണ്ട്, ഡ്യൂറിങ് കണ്ടീഷനിങ് ഉണ്ട്, ആഫ്റ്റർ കണ്ടീഷനിങ് ഉണ്ട്. ബിഫോർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് എടുത്ത് നോക്കാം. അതായത് ഫുഡ് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ആ ഫുഡിന് വരുന്നത്, ഡോഗ് ഫുഡ് കാണുമ്പോൾ വരുന്നത് സലൈവേഷൻ. ആ ഒരു സലൈവേഷനെ പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ്. ഓക്കെ, ഇനി നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നോക്കുകയാണ്. അതായത് ഫുഡ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ സലൈവേഷൻ വരും, ഡോഗിൻ്റെ വായിൽ നിന്ന് സലൈവേഷൻ വരും. പക്ഷേ ബെല്ലടിക്കുമ്പോൾ ആ ഒരു സലൈവേഷൻ വരൂ? നോ. കാരണം ഡോഗ് നോക്കുമ്പോൾ അവന് ഫുഡ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴാണ് അവൻ്റെ വായിൽ നിന്ന് സലൈവേഷൻ വരുള്ളൂ, അവന് ആ ഒരു കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുള്ളൂ. പക്ഷേ വെറുതെ നമ്മൾ ബെല്ലടിച്ചിട്ട് കാര്യമുണ്ടോ? നോ, ദർ വിൽ നോട്ട് ബി നോ റെസ്പോൺസ്. ഓക്കെ,
പിന്നെ വരുന്ന ഒരു കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഡ്യൂറിങ് കണ്ടീഷനിങ് ആണ്. ഡ്യൂറിങ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെല്ലിൻ്റെ ഒപ്പം തന്നെ ഫുഡ് കൂടെ അവന് പ്രൊവൈഡ് ചെയ്യുന്നു. സോ അപ്പോൾ വരുന്നത് എന്താ? സലൈവേഷൻ. ആ ഒരു സലൈവേഷനും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. പക്ഷേ ബെൽ പ്ലസ് ഫുഡ് എന്നുള്ളതില്ലേ, അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആഫ്റ്റർ കണ്ടീഷനിങ്. നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് സെക്ഷനാണ് ബെൽ. സോ ബെല്ല് ഇവിടെ വരുമ്പോൾ അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി. കാരണം ബെല്ല് നമ്മൾ അപ്ലൈ ചെയ്ത് അവന് ട്രൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ നമ്മൾ പറഞ്ഞു ബെല്ലും ഫുഡും കൂടിയാണ് ഒരുമിച്ച് വന്നത്. അപ്പോൾ ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ എങ്ങനെയാണ് വന്നേ? ബെല്ല് നമ്മൾ അടിക്കുമ്പോൾ തന്നെ അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടും ബെല്ല് അടിക്കുന്ന ആ സൗണ്ട് കേൾക്കുമ്പോൾ സലൈവേഷനും വരും. ആ ഒരു സലൈവേഷനെ നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇൻ കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, സലൈവേഷൻ ഇൻ റെസ്പോൺസ് ടു ദി സൗണ്ട് ഓഫ് ബെൽ. ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അവന് വരുന്ന സലൈവേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഐ ഹോപ്പ് ദിസ് പോർഷൻസ് ആർ ഓൾ ക്ലിയർ. നമ്മൾ ഇന്ന് 6 ക്വസ്റ്റ്യൻ പ്ലസ് 2 മിസ്റ്റേക്ക് പറ്റിയ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ദീസ് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആർ ഓൾ ക്ലിയർ ടു യു. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഒരു ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. commercebytes24@gmail.com എന്നുള്ളതാണ് നമ്മളെ ഇമെയിൽ അഡ്രസ്സ്. സോ എന്തെങ്കിലും ഒരു ക്വറീസ് ഉണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ മെയിൽ us. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.